എന്താ കണ്ണ് കലങ്ങിയിരിക്കുന്നത്? ഒന്നുമില്ല, എന്തോ ചെറിയ കരട് കണ്ണിലെ പാറ വീണു, അത്രേ ഉള്ളൂ. എനിക്കറിയാം, തന്റെ കണ്ണിലെ കരട് ഞാനാണിപ്പോ. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ശത്രു തന്നെയാണ് മാധവൻ. ശത്രുവായാലും മിത്രമായാലും ആക്രമിച്ചു കീഴടക്കുന്നത് എന്റെ സ്വഭാവമാണ്. അച്ഛന്റെയും ആങ്ങളമാരുടെയും ജീവന് വേണ്ടി മിത്ര എന്നോട് യാചിക്കരുത്. വിട്ടുതരില്ല ഒന്നിനെയും ഞാൻ. അക്ഷരമറിയാവുന്നവനല്ലേ ഈ കോർട്ട് ഓർഡർ ഒന്ന് വായിച്ചു കൊടുക്ക്. എന്താ ഇത്? നിന്നെയൊക്കെ ഇവിടുന്ന് വലിച്ചിറക്കാനുള്ള കോർട്ട് ഓർഡറാ. ഊട്ടി പൊക്കണം. സ്വയം ഇറങ്ങണോ അതോ കഴുത്തിനൂത്തി ഇറക്കി വിടണോ? എല്ലാം നശിച്ചു, നശിപ്പിച്ചു. എന്നിട്ട് മോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ചുംബന്മാര്. അഭയത്തെ കഴിക്കുന്ന കഴുതകൾക്കുണ്ടാവും ഇതിലും നല്ല ഉശിര്. എന്തിനാണ് ശംഭോ എനിക്കിങ്ങനെ 3 ആമക്കള്? അച്ഛാ, എന്താ? രാജീവൻ വിളിച്ചിരുന്നു. അപ്പൊ അവരും അറിഞ്ഞു മണിയങ്കോട്ടിന്റെ അടിത്തറ അളകിയിരിക്കുന്നെന്ന്. സ്വത്തില്ലാത്ത മണിയങ്കോട്ട് നിന്നും അവന് പെണ്ണ് വേണ്ടാത്രേ. എന്റെ സാവിത്രി, എപ്പോഴൊക്കെ നിന്റെ കണ്ണു നിറഞ്ഞു കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ഗിരീശൻ മനസ്സ് കല്ലാക്കിയിട്ടുണ്ട്. കൊന്നവന്റെ ശവം മരിച്ചവന്റെ മുറ്റത്ത് ദഹിക്കണം. മണിയങ്കോട്ടെ പഴയ ആചാരങ്ങൾ തെറ്റിക്കണ്ട. അതിന് കരളുറപ്പുള്ള ആരെങ്കിലും ഉണ്ടോടാ ഇവിടെ? അച്ഛൻ പുലർച്ചെ പുഴക്കരെ കാത്തു നിന്നോ? കണി കാണാം മാധവന്റെ ചേട്ടം. വടഗിരീശ വസു. ചെമ്പ്രയിൽ ഇത്തിരി ചോര വീണിട്ട് എത്ര കാലായി. ശുഭമസ്തു. കല്യാണകാരണിയായി സദസായി കല്യാഭിലാഷ സമുദായിനിയായി സിദ്ധിയായി മൂലപ്രകൃതിയായി വർത്തിക്കും. സിസ്റ്റേഴ്സ്, ഈ അടുപ്പിൽ പാലുകാച്ചൻ തീരുമാനിച്ചോ? നന്നായി, ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. തുളസി, അന്നപതിയായ അഗ്നിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നെല്ലൂർ മനയിലെ അഗ്നിശാലയെ ഞാൻ വീണ്ടും ഉണർത്താൻ പോകുന്നു. അത് നിന്റെ കൈകൊണ്ട് തന്നെ വേണം. പേടിയുണ്ടോ? കുട്ടേട്ടാ, വേണ്ട. ഈ അടുപ്പിൽ നില തീ പിടിച്ചിട്ടുണ്ട് അച്ഛൻ. നിന്റെ അച്ഛനെ കൊന്ന സാവിത്രിയുടെ പട്ടടയ്ക്കാണ് നീ തീ കൊളുത്താൻ പോകുന്നത്. പറഞ്ഞതനുസരിക്ക്. ഏതു തച്ചനും വർജിക്കേണ്ട വായു കോണിലാണ് ഈ വീടിന്റെ അടുക്കള. അനന്ത, ആഞ്ഞു വീശുന്ന കിഴക്കൻ കാറ്റിന്റെ ഗതി തടയി. എവിടെ കാട്ടുതീ പോലെ ആളിപ്പടരുന്ന സാവിത്രിയുടെ പ്രതികാരാഗ്നി? എവിടെ ഹരിനാരായണനെ കൊന്ന ശവദാഹികളായ തീനാമ്പുകൾ? സ്വയരക്ഷയ്ക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല. അച്ഛനോ മക്കളോ, അതോ കീഴടങ്ങാൻ മടിക്കുന്ന ഈ ദുഷ്ടരാക്ഷസി? ആരായാലും ഈ പിത്തലാട്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല മാധവൻ. അതെ, എല്ലാരും വരിക. അടുപ്പിൽ പാല് തളിച്ചു തൂവി. പൂർവികരുടെ കാലത്ത് നടക്കാതെ പോയ ഗൃഹപ്രവേശം
ഇപ്പോഴാ നടന്നത്. ഇപ്പൊ ഇതൊരു വീടായി. അതെ, ഇതൊരു ലക്ഷണമൊത്ത മനുഷ്യാലയമാകാൻ പോകും. നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ കുട്ടേട്ടൻ ഒരു അല്പദൂരം കൂടെ സഞ്ചരിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്നേ, സാവിത്രിയുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പൂർവികരുടെ ആശീർവാദത്തിനായി. അയ്യോ, ആരാ? എനിക്കും അറിയില്ല. എന്താ പറ്റി? ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയതാ. വലിയ കുരുങ്ങി. 8 കാലിയുടെ അല്ല, ഇതേതോ 10-28 കാലിയുടെ ആണെന്ന് തോന്നുന്നു. നമസ്കാരം. എന്നെ മനസ്സിലാവുന്നില്ലേ? ഭാഗ്യം, യക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു. ഇനി ഈ വല മാറ്റണ്ട. ഇനി ഒരിടം കൂടിയേ ബാക്കിയുള്ളൂ. ആ കൊലയാളി വാവലുകൾ പാറിപ്പറക്കുന്ന ആ മുറി. ആ ക്ഷേത്രത്തിൽ ഭുവനേശ്വരിക്ക് മാത്രമല്ല പ്രതിഷ്ഠ. പാലച്ചൂട്ടിൽ താത്രിക്കുമുണ്ട്. അവിടെ വിളക്ക് വെച്ച് തൊഴുതു നിൽക്കുന്നു മറ്റൊരു യക്ഷി. ആരാ? നിന്റെ അടുത്തി തുളസിയുടെ അകത്തുണ്ട്. അവള് മച്ചില് വിളക്ക് വെക്കാൻ ഒരുങ്ങാ. എന്ത് വിട്ടിത്താ നീ കാണിച്ചത്? അവളെ ഒറ്റയ്ക്ക് മച്ചിലേക്ക് അയച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്ക. യക്ഷി പിടിച്ച് എല്ലാം കൂടെ ചെന്ന് കയറിക്കൊടി. ഇന്ന് ഒരുമിച്ച് കൊലകുളി അടിയന്തരം കൊണ്ടാടാം. കൊച്ചമ്പ്രാൻ അംഗം ജയിച്ച് ഇപ്പം എത്തും തിരുമേനി. എന്നിട്ട് എവിടെയോ വിജയജ്യോതി? കൈപിടിക്കാതെ കാര്യം നടന്നാ അച്ഛനെ അറിയിക്കാൻ അക്കരെ നിന്ന് ടോർച്ച് തെളിയിക്കാന്ന് പറഞ്ഞാണല്ലോ ഗിരീശൻ. ഇക്കണ്ട നേരമായിട്ട് തെളിഞ്ഞില്ലേ ആ ജ്യോതി? അത് ഇപ്പൊ തെളി കണ്ടോളൂ. തമ്പുരാനെ, പട്ടാഴി തിരുമേനിയല്ലേ? ആദ്യമായിട്ടാ നെല്ലൂർ കുളത്തിൽ വീണ ഒരാൾ ജീവനോടെ. തമ്പുരാനെ, അയ്യോ കൊച്ചമ്പ്രാൻ, തമ്പുരാനെ എടുത്തോ മോനെ. ജയ 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 വിളിക്കണ്ട. വിളി കേൾക്കില്ല. എടാ മഹാഭാവി, എന്റെ മോനെ നീ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുണ്ണിയെ കഴുത്തറുത്ത് കൊന്നതുപോലെ ഈ ദുഷ്ടനെയും കുളത്തിലിട്ട് കഴുത്തറുത്ത് കൊന്നു മണിയൻകൂട്ട് സാവിത്രി. അങ്ങനെ വിശ്വസിക്കും. അതാണ് ശരി. നോണ, നീയാണ് കൊന്നത്. ആ കുറ്റം ഞാൻ ഏൽക്കണമെങ്കിൽ എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നത് ആരാണെന്ന് കാരണം അവര് പറയണം. സാവിത്രി ചെമ്പ്രയിലെ ആ പഴങ്കഥ ഞാനായിട്ട് തിരുത്തുന്നില്ല. പക വീട്ടിയല്ലേ? പക വീട്ടാനുള്ളതാണ് മൂപ്പരെ. ഉച്ചയിൽ ഉപ്പോളം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്റെ ജീവനിൽ ഇടപെടരുത്. ഇതുകൊണ്ടൊന്നും തീരില്ല. കാരണവരെ, എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നതിന്റെ കണക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒളിയുദ്ധത്തിന് വന്നവരിൽ ഒരാൾ കൂടെ നാളെ പൊങ്ങും. ചൂണ്ടക്കാരൻ വാസു. അപ്പൊ വിഷാരിയോ? ഇന്നലെ രാത്രി താനോടുണ്ടായിരുന്നു. സർ, എന്തൊക്കെയാണോ തന്റെ ലിമിറ്റിൽ നടക്കുന്നത്? സർ, മണിയൻകൂട്ടുകാർ പറയും പോലെ ഇത് പണ്ടേ അടിച്ച് നാമാവശേഷം കണ്ട കാലം കഴിഞ്ഞു. പക്ഷെ സമ്മതിക്കത്തില്ല. എവിടോ തന്റെ വാസ്തുശില്പി? അകത്തുണ്ട്. സാറേ, ഇവനൊരു മുഷ്കന. ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഭജനയിലോ ഭണ്ഡാരത്തിലോ ഇരിക്കുകയാണെന്ന ഈ കയ്യാളം പറഞ്ഞത്. ആദ്യം സാക്ഷി വിസ്താരം, പിന്നെ മതിയോടോ ഗുരുമുഖ ദർശനം. വാ അഗസ്റ്റിൻ, ഈ പട്ടേരി പയ്യനെ കൊണ്ടുപോ. സ്വാമി വാ. കരയണ്ട. ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ച കുട്ടിയെ? സത്യത്തിൽ ആർക്കാ കൈപ്പട പറ്റിയത്? രണ്ടാം സാക്ഷി മിത്ര കൊച്ചമ്മ എവിടെ? വെളുക്കുമ്പോ തന്നെ കുട്ടിയുടെ മിത്രടുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അനിയന്റെ കണ്ണിലുണ്ണിയെ ഞങ്ങൾക്ക് വിട്ടുതന്ന് വീട്ടുകാരിയെ സേഫാക്കി വിട്ടുവെന്ന് നാട്ടുകാരിനി പറയും.
വരുതാത്തതൊന്നും പറയരുതേ. ഏട്ടത്തിക്ക് വിഷമം കൂടിയിട്ടാ പോയത്. മുതുകിൽ മാത്രമല്ല തലയ്ക്കും കുത്തിയിട്ടിട്ടുണ്ട്, വലതു ചെവിയുടെ ഭാഗത്ത്. പിന്നിന്ന് മാത്രമല്ല കുത്തി വീഴ്ത്തിയത് അല്ലേ? അരുത്. ആ മുറി നിറയെ വവ്വാലുകളും നരിച്ചീരുകളുമാണ്. അതാരും തുറക്കാറില്ല. അനന്ത, എസ് പിയെ തടയണ്ട. മിസ്റ്റർ എസ് പി, നെല്ലൂർ മനയിൽ ഒരു ശവം കൂടെ വീണ് കിടപ്പുണ്ട്. ശവമോ? ആരുടെ? ഇന്നലെ രാത്രി എന്നെ കൊല്ലാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ വഴിതെറ്റി കയറിയത് ആ മുറിയിലേക്കാണ്. തുറന്നു നോക്കിക്കോളൂ, അസ്ഥിവഞ്ചനമെങ്കിലും കാണും. ജീവിക്കാൻ അർഹതയില്ലാത്തവരെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. നീചന്മാരുടെ മരണത്തിൽ സജ്ജനങ്ങൾ ദുഃഖിക്കാറില്ല. നിൽക്കണം. പട്ടാഴി തമ്പുരാനെ കണ്ട് കൈ തന്ന് സലാം പറഞ്ഞ് തിരിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഈ മരണത്തിലൊക്കെ നിങ്ങളുടെ കൈയില്ലേ? എനിക്ക് നിങ്ങളെ സംശയമുണ്ട്. സംശയിക്കണം സാർ. എല്ലാ സത്യാന്വേഷണങ്ങളുടെയും തുടക്കം സംശയത്തിൽ നിന്നാണ്. സംശയമല്ല, സത്യമാണ്. പ്രതികാരം ചെയ്യാൻ പട്ടാഴി മാധവൻ തുനിഞ്ഞിറങ്ങിയാൽ ആർക്കും തടുക്കാനാവില്ലെന്നറിയാം. ഇനി എത്ര ശവം കൂടി വീഴാനുണ്ട് ചമ്പ്രയിൽ? മീരാൻ സാഹിബ് വരണം. തുളസി, ഊണിന് ഏമാനുണ്ടാവും. ഇല്ല തമ്പുരാൻകുട്ടി, അത് പറ്റില്ല. ഇന്ന് എസ് പിയുടെ ക്യാമ്പ് ഇവിടെ. ഇല്ലത്തെ ചോറ് ഞാൻ ഒരുപാട് ഉണ്ടിട്ടുള്ളതാ. പരിചയമില്ലാത്തവരുടെ മുമ്പിൽ വെച്ച് ഞാൻ തമ്പുരാൻകുട്ടിയോട് പരിചയക്കേട് കാണിച്ചു, പോലീസ് കളിച്ചു. തമ്പുരാൻകുട്ടി ക്ഷമിക്കുക. ഇതിലൊന്നും ഒരു കാര്യമില്ല. സീസറിനുള്ളത് സീസറിന്, കാഫറിനുള്ളത് കാഫറിന്. കുപ്പായമിട്ടാൽ എല്ലാ മുഖവും ഒരുപോലെ കാണണം, അതാണ് ശരി. ആ കുട്ടിയോട് എന്ത് തരക്കാരെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഏത് തരക്കാരനാണോ ആ തരക്കാരായി വളരാനാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. പിന്നെ എസ് പിക്ക് എന്താ അറിയേണ്ടത്? എല്ലാം വിശദമായി പറഞ്ഞുതരാം. മുടിയഴിച്ചിട്ട് ആർത്ത് വിളിച്ച് കൂവുകയും ചിലപ്പോൾ മുത്തുമണി കിലുങ്ങുന്നത് പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന മണിയൻകൊട്ട് സാവിത്രിയുടെ ഉച്ചഭാഷണി. എന്താ അത്? ബാവൂരി മഹാറാണയുടെ ശില്പശാസ്ത്രത്തിൽ ഇതിന് പഞ്ചയന്ത്രം എന്ന് പറയും. പഞ്ചഭൂതങ്ങളെ പ്രീതിക്ക് വേണ്ടി ഭവനങ്ങളിൽ സ്ഥാപിക്കേണ്ട യന്ത്രം. ആരുമറിയാതെ യന്ത്രത്തിന്റെ വായിൽ ഉളിയന്നൂർ തച്ചൻ ഒരു ജാലവിദ്യ ഒളിപ്പിച്ചു വെച്ചു. ഒരു പുല്ലാങ്കുഴൽ. രാപ്പകൽ പാലക്കാടൻ കാറ്റ് ഇരമ്പ് വീശും ചെമ്പ്രഭൂമിയിൽ. അപ്പോൾ കുഴൽ കൂകി വിളിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യക്ഷിഗർജനമായി ഇക്കണ്ട കാലം അത്രയും നെല്ലൂർ മനയിൽ മുഴങ്ങിക്കേട്ടത്. ആ വിദ്യ ഉളിയന്നൂർ കൗടില്യത്തിന്റെ മറ്റൊരു സ്മാരകം. ഉളിയെറിഞ്ഞ് ഞാൻ അരിഞ്ഞു വീഴ്ത്തിയത് സാവിത്രിയുടെ നാവല്ല, തച്ചുശാസ്ത്രത്തിലെ ഒരു അമരധ്വജന്റെ മഹാസിദ്ധിയെയാണ്. തമ്പുരാൻകുട്ടി തന്നെ പറയും. കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട കേസ് ഡയറിയിൽ കൊല ചെയ്തത് മണിയൻകോട്ട് പ്രേതമാണെന്ന് എങ്ങനെ എഴുതി വെക്കും ഞാൻ? ആര് വിശ്വസിക്കും? ഈ പൊട്ടക്കുളത്തിൽ മുങ്ങിച്ചത്തവന്റെ ശവം ചെമ്പറപ്പുഴയിൽ എങ്ങനെയാ പൊങ്ങുക? അസംബന്ധം. അസംഭവ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. നെല്ലൂർ മഠം പണിതത് വടക്കൻ തച്ചുശാസ്ത്രത്തിന്റെ കർമാധികാരിയായ ഉളിയന്നൂർ തച്ചനാണ്. ഇതിൽ ആര് വീണാലും അവന്റെ ജഡം പുഴയിലേ പൊങ്ങൂ. ഒരു പോലീസുകാരനും അതിൽ സന്ദേഹം വേണ്ട. എന്നുവെച്ചാ അളവ് തെറ്റിപ്പണിയിച്ച അരക്കില്ലമാണ് നെല്ലൂർ മന. ഇത് കുളമല്ല, കിണറാണ്. ഇതിനുള്ളിൽ അകവളവും ഉൾക്കുഴിവുമുള്ള ഒരു ജലനാളി തീർത്തു വെച്ചിട്ടുണ്ട്. കൈമിടിക്കുള്ള ആ മഹാതച്ചൻ. ആ സൂത്രപ്പണി അറിയാതെ ഇവിടെ കാൽ വെക്കുന്നവൻ ആരായാലും ശരി, പതിക്കുന്നത് പടികുഴിയിലേക്കാവും. അന്ന് ഗിരീശൻ ചവിട്ടി വീഴ്ത്തിയപ്പോ ഞാൻ നേരിൽ കണ്ടതാണ് കുളത്തിന്റെ അടിത്തട്ടിലെ വിസ്മയലോകം. കണ്ടാൽ കുളം, ഉള്ളിൽ 140 കോൽ ആഴമുള്ള കിണർ, കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജലപാതം, ഏകദേശം 200 മീറ്റർ നീളമുള്ള ഒരു ടണൽ. നെല്ലൂർ കാരണവരും എന്റെ അച്ഛനും കുഞ്ഞുണ്ണിയും ഈ ടണലിൽ കിടന്നാണ് ശ്വാസം മുട്ടി മരിച്ചത്. കിണറിനുള്ളിലെ വായുമർദ്ദം കാരണം വീഴുന്നവൻ നിലകിട്ടാത്ത ആഴത്തിലേക്ക് ആണ്ടുപോകും. കൊണ്ടുപോകുന്നത് നീർമർദ്ദയും സാവിത്രിയുമൊന്നുമല്ല, സാക്ഷാൽ ഭൂഗുരുത്വം. അരനാഴിക നീളമുള്ള നാളിയുടെ അങ്ങേയറ്റം കെട്ടിയിരിക്കുന്നത് ചെമ്പ്രപ്പുഴയുടെ നെഞ്ചിലും
കുളത്തിൽ വീണവന്റെ ശവം ഏറ്റത്തിൽ ഒഴുകി പിന്നെ പൊങ്ങുന്നത് പുഴയിലായിരിക്കും. എന്താ പരീക്ഷിച്ചു നോക്കിയാലേ വിശ്വാസം വരുന്നുണ്ടോ മീരാൻ? പണിതവനേക്കാൾ മിടുക്കനല്ലേ അടിച്ചു പണിത എന്റെ ചങ്ങാതി. പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരി പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസം.